Praise the Lord. Hallelujah. 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 ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, തിരുവചനത്തിലൂടെ ഈശോ ഇപ്രകാരം പറയുന്നു: എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക സാധ്യമല്ല എന്ന്. പ്രിയമുള്ളവരെ, നാം ഇന്നിവിടെ ആയിരിക്കുന്നുവെങ്കിൽ ആ സ്നേഹപിതാവ് നമ്മെ ഓരോരുത്തരെയും ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. നമുക്കറിയാം, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. എന്തെന്നാൽ അവിടുന്ന് ഇപ്രകാരം പറയുന്നു: രണ്ടോ അതിലധികമോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. അതിനാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ ഇതാ ഇപ്പോൾ നമ്മുടെ ഇടയിൽ സന്നിഹിതനാണ്. ആ നല്ലവനായ ദൈവത്തെ നമ്മുടെ ഇരുകരങ്ങളും ഹൃദയവും ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് നമ്മോട് ഇപ്രകാരം പറയുന്നു: മകനെ, മകളെ, നിന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന്. അതിനാൽ സ്നേഹമുള്ളവരെ, നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ആ സ്നേഹനിധിയായ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ക്ഷേമത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് നാം മനസ്സിലാക്കണം. അനേകരിൽ നിന്ന് പ്രത്യേകമായി നമ്മെ തെരഞ്ഞെടുത്ത് ഇവിടെ ആയിരിക്കുവാൻ നമ്മെ അനുഗ്രഹിച്ച ആ സ്നേഹനാഥന്റെ മുമ്പിൽ നിൽക്കുവാൻ അർഹതയുള്ളവരാണോ എന്ന് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. നമ്മുടെ പാപങ്ങളെല്ലാം അവിടുത്തെ മുമ്പിൽ ഇറക്കി വെക്കാം. എന്തെന്നാൽ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക സാധ്യമല്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്, 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് മനുഷ്യനിൽ വെറുക്കുന്ന 7 കാര്യങ്ങളെ കുറിച്ച് തിരുവചനത്തിലൂടെ നാം കാണുകയാണ്. വിവിധങ്ങളായ പ്രാർത്ഥനകളും നിയോഗങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുൻപ് ഇത്തരം വ്യത്യസ്തങ്ങളായ പാപ സാഹചര്യങ്ങളിൽ മുഴുകിയാണോ നാം ജീവിക്കുന്നതെന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഇത്തരം പാപ സാഹചര്യങ്ങളാൽ അവിടുത്തെ മനസ്സിനെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എന്തെന്നാൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം കാണുന്നു: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന്. അതിനാൽ ഹൃദയ പരമാർത്ഥതയോടുകൂടി കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഞാനും എന്റെ ഈശോയും മാത്രം. സ്നേഹനിധിയായ ഒരു അമ്മയോട് തന്റെ കുഞ്ഞ് എപ്രകാരമാണോ തന്റെ മനസ്സിന്റെ വിഷമതകളെ കുറിച്ച് സംസാരിക്കുന്നത് എങ്കിൽ പെറ്റമ്മയേക്കാൾ അധികമായി സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ ദൈവത്തിന്റെ മുമ്പിൽ എത്ര സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് നമ്മുടെ മനസ്സ് തുറക്കാൻ സാധിക്കും. അതിനാൽ ആ സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് അവിടത്തോട് സംസാരിക്കാം. ഈശോയെ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയാം. തിന്മകൾ മാത്രം കാണുന്ന എന്റെ ഗർഭം നിറഞ്ഞ കണ്ണുകളെ ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സത്യത്തെ നിഷേധിച്ചുകൊണ്ട് വ്യാജം മാത്രം പറയുന്ന എന്റെ നാവിനെ ഇതാ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യുന്ന എന്റെ കരങ്ങളെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. ദുഷ്കൃത്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. എന്റെ തിന്മ നിറഞ്ഞ മനസാക്ഷിയെ, തിന്മയിലേക്ക് പായുന്ന പാദങ്ങളെ, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്ന എന്റെ സ്വഭാവത്തെ, എന്റെ എല്ലാവിധ സ്വഭാവ ദൂഷ്യങ്ങളെയും ഇതാ തമ്പുരാനെ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് ഇറക്കി വെക്കുന്നു. ഏറ്റെടുത്ത് അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ. അങ്ങന്റെ ജീവിതത്തിലേക്ക് ഇന്നേ വരെ ചൊരിഞ്ഞിട്ടുള്ള നന്മകളെ ഓർത്ത് നന്ദി പറയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. തമ്പുരാനെ, എന്റെ മേൽ കരുണയായിരിക്കണമേ.
തമ്പുരാന്റെ വലിയ കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നതിന് വേണ്ടി, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗായക സംഘത്തോട് ചേർന്ന് കരുണയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടാം. കടലാണോ ദൈവം, ചേർന്ന് പാടാം. കരുണകത്തുറവിടം ദൈവം, എപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. തമ്പുരാനെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മേൽ കരുണ വർഷിക്കണമേ. എന്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് എന്നെ വിശദീകരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി പാടാം. കാരുണ്യക്കടലാണു ദൈവം, കരുണകത്തുറവിടം ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മെ വിശുദ്ധീകരിച്ച, നമ്മുടെ മേൽ കരുണ വർഷിച്ച നമ്മുടെ സ്നേഹനിധിയായ ദൈവത്തെ നമുക്കൊരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന യേശുവേ നന്ദി, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ ദൃഢമായി ആശ്രയിക്കുന്നവന് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല. അവന്റെ ജീവിതം എന്നും സുരക്ഷിതമായിരിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നേ വരെ അനുവദിച്ചിട്ടുള്ള നിരവധിയായ നന്മകളെ ഓർത്ത് നമുക്ക് ഈ നിമിഷം അവിടത്തേക്ക് നന്ദി പറയാം. അവിടെ നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നു, സഹോദരങ്ങളെ തന്നു, ബന്ധുമിത്രാദികളെ തന്നു, സമ്പത്ത് തന്നു. നമ്മെ വളരെയധികമായി അവിടുന്ന് അനുഗ്രഹിച്ചു. ആ സ്നേഹനിധിയായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ദൃഢമായി ആശ്രയിക്കുന്നവനെ ഒരു നാളും ലജ്ജിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല.
അവന് വേണ്ടി അവിടുന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവനിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് അവ സകലതും നമുക്ക് പരസ്യമായി തരും. തിരുവചനത്തിലൂടെ വീണ്ടും ഇപ്രകാരം കാണുകയാണ്, ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവനെ സമീപിക്കുകയില്ല എന്ന്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കഷ്ടതകളും സഹനങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ അവിടുന്ന് അവിടുത്തെ ശക്തമായ കരത്തിൽ നമ്മെ താങ്ങും. അവിടുന്ന് നാം ആശ്രയിച്ചാൽ ഒരു നാളും നമ്മെ വീണുപോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും രോഗാവസ്ഥകളിലൂടെയും ജീവിത വ്യഗ്രതകളിലൂടെയും കടന്നു പോകുന്ന നിമിഷങ്ങളിൽ അവനിൽ ആശ്രയിക്കുമ്പോൾ നാം ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. അവൻ നമ്മെ താങ്ങും. എന്തെന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യുന്നു. നമ്മുടെ നേട്ടങ്ങളെല്ലാം അസ്തമിക്കുന്ന നിമിഷങ്ങളുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ. സ്വന്തമെന്ന് കരുതിയവയെല്ലാം നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ടാകാം. അപ്പോഴെല്ലാം അവിടുത്തെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അവിടുത്തെ ശക്തിയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാനുള്ള വൻ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതാവസ്ഥകളെല്ലാം അറിയുന്ന ആ നല്ല തമ്പുരാന് നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഉയർന്ന സ്വരത്തിൽ ഇരുകരങ്ങളും മനസ്സും സ്വർഗത്തിലേക്ക് ഉയർത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിൽ അഭയം തേടുമ്പോൾ നാം ഒരു നാളും ദുഃഖിക്കേണ്ടി വരികയില്ല. നമുക്ക് വേണ്ടി ഒരു വലിയ ക്ഷേമത്തിന്റെ പദ്ധതിയും ഒരുക്കി നമ്മെ കാത്തിരിക്കുന്നവനാണ് അവിടുന്ന്. ആ വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് നമ്മെ അനുഗ്രഹിച്ച, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ഒരിക്കൽ കൂടി ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിച്ച് വാഴ്ത്തപ്പെടുത്താം. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. ദൈവമേ, എന്റെ ഭവനം നഷ്ടമായാലും ദൈവമേ, നേട്ടമെല്ലാം കോട്ടമായാലും ചേർന്ന് പാടാം. ദൈവമേ, എന്റെ ഭവനം നഷ്ടമായാലും ദൈവമേ, നേട്ടമെല്ലാം കോട്ടമായാലും സ്വന്തമെന്നോടതെല്ലാം അറ്റുപോയാലും
നിന്റെ ശക്തിയിലെന്നും ആശ്രയം തേടും. ദൈവമേ നീ എന്റെ അഭയസങ്കേതം, ദൈവമേ നീ എന്റെ രക്ഷകൻ. കഷ്ടതയിൽ നിന്നെ ഞാൻ സ്തുതിച്ചിടും, എന്റെ വിശ്വാസത്തിൽ ഞാൻ നിന്നെ ദർശിക്കും. സകലശീലവും ആത്മധൈര്യവും എനിക്കേകണേ, ആശയും പ്രത്യാശയും നീ എനിക്കേകണേ. ദൈവമേ നീ എന്റെ അഭയസങ്കേതം, ദൈവമേ നീ എന്റെ രക്ഷകൻ. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ, നിന്റെ സന്നിധിയിൽ നിന്നും വിട്ടുപോകാതെ, ദൈവമേ നിൻ കൃപയെനിക്കേകണേ, നിന്റെ പൊൻകരമെന്നും എന്നോട് രക്ഷയാകണേ. എന്റെ ഭവനം നഷ്ടമായാലും, ദൈവമേ നേട്ടമെല്ലാം കോട്ടമായാലും, സ്വന്തമെന്നോർത്തതെല്ലാം അറ്റുപോയാലും, നിന്റെ ശക്തിയിലെന്നും ഞാൻ ആശ്രയം തേടും. ദൈവമേ നീ എന്റെ അഭയസങ്കേതം, ദൈവമേ നീ എന്റെ രക്ഷകൻ. എത്ര വലിയ കഷ്ടതകൾ ഉണ്ടായാലും സഹനങ്ങൾ ഉണ്ടായാലും അവിടുത്തെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി പെറ്റമ്മയേക്കാൾ അധികമായി നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ആ നല്ലവനായ ദൈവത്തെ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി,
യേശുവേ സ്തുതി യേശുവേ. പ്രൈസ് ദി ലോർഡ്.